തൻ്റേതല്ലാത്ത കാരണത്താൽ വന്നു ചേർന്ന ലക്ഷക്കണക്കിന് ദിർഹത്തിൻ്റെ കടവും പേറി വലയുന്ന ഒരു പാലക്കാട്ടുകാരിയുടെ ദുരിതകഥയിലേക്കാണ് ഇനി. സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഈ യുവതിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഏക പ്രതീക്ഷ. പെൺകുട്ടിയാണ് മൂത്തത്. എനിക്ക് ഉറക്കം തന്നെ വരാറില്ല. പല ദിവസം എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം വേറെ, അത് വയ്യാണ്ടായി ഞാൻ അഡ്മിറ്റായി ആസ്പത്രിയിൽ. എൻ്റെ ഇവിടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്, അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ദുബായിലെത്തിയ അന്ന് തുടങ്ങിയതാണ് ഈ പാലക്കാടുകാരിക്ക് പ്രതിസന്ധികൾ. ആദ്യമായി പ്രവാസ മണ്ണിലെത്തി ഭർത്താവിൻ്റെ മാത്രം തണലിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ അറിഞ്ഞിരുന്നില്ല താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയ നിയമക്കുരുക്കിലേക്കാണെന്ന്. 2017 ഭർത്താവ് ഒരു ലോജിസ്റ്റിക്സ് കമ്പനി UAE തുടങ്ങുന്നു. അതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ എല്ലാം തൻ്റെ പേരിലാണ് എന്നത് ഭർത്താവിനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ യുവതി ഒരു കാര്യമാക്കിയില്ല. കമ്പനിയിൽ ഒരു ചെറിയ ജോലിയും അന്ന് ഭർത്താവ് നൽകി. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം ഇവർ മനസ്സിലാക്കിയത്. ഡെയിലി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഓപ്പറേഷൻസ് നോക്കിയിരുന്നു. പക്ഷേ ഫിനാൻഷ്യൽ എല്ലാം മാനേജ് ചെയ്തിരുന്നത് മൂപ്പരാണ്. അതിൻ്റെ കമ്പനി അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്തിരുന്നു. അവിടുത്തെ എന്തൊക്കെ ചിലവ് വരുന്നുണ്ട്, എന്തൊക്കെ കൊടുക്കാണ്ട്, എന്തൊക്കെ വരാണ്ടെന്നുള്ള എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്ന മൂപ്പരാണ്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഇടപെട്ടിട്ടുണ്ടായില്ല. പിന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഫീൽഡ് പുതിയതായ കാരണം എനിക്കത് കൂടുതൽ അതിൽ ഇടപെടാനും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഓപ്പറേഷൻസ് ഞാൻ പതുക്കെ പഠിച്ചു വരുമായിരുന്നു. ആക്ച്വലി ഇത് ലോക്കൽ ഷിപ്മെൻറ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, കണ്ടെയ്നർ മൂവ്മെൻറ്റ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നല്ലാതെ വേറെ കാര്യങ്ങൾ എനിക്ക് ഫിനാൻഷ്യലി അതിലൊന്നും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഇതൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ മനസ്സിലായത്? അതൊരു 2-3 വർഷം കഴിഞ്ഞ പിന്നെ മൂപ്പര് GCC ഷിപ്മെൻറ്റ്സ് തുടങ്ങിയിരുന്നു. അപ്പോൾ വേറെ കൺട്രീസിലോട്ടൊക്കെ റൂട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് തുടങ്ങിയിരുന്നു. അത് പിന്നെ കുറേ സമയം കഴിഞ്ഞ ശേഷം പൈസ വരുന്നുണ്ട് അക്കൗണ്ടിൽ, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും അത് നഷ്ടത്തിലാണ് മൂപ്പര് അത് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളത് ഒരു 2-3 സപ്ലയേഴ്സ് ഓഫീസിൽ വന്ന് പ്രശ്നമാക്കുമ്പോഴാണ് ഞാനത് അറിയുന്നത്. കാര്യങ്ങൾ ഇത്തരത്തിൽ ഇവർ മനസ്സിലാക്കി വന്നപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലായിരുന്നു. യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തി വന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം മനസ്സിലായി. ഇത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയാകട്ടെ ഇവർക്ക് അന്ന് ലഭിച്ചുമില്ല. കമ്പനി തൻ്റെ പേരിലായതിനാൽ കടക്കാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇവരുടെ മാത്രം ചുമതല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കമ്പനി എൻ്റെ പേരിലായ കാരണം ഞാനും കൂടി അവിടെ പോകാറുണ്ടായിരുന്നു. സപ്ലൈസ് അവിടെ വന്ന് പ്രശ്നമാക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് എത്ര പൈസ കൊടുക്കാണ്ടെന്നും കുറേ ആയി എന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷേ അത് പഠിച്ചു വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കല്ലേ. ഞാനും എനിക്ക് ഫാമിലി, എൻ്റെ കുടുംബം നോക്കണം, കുട്ടികളെ നോക്കണം, എല്ലാം കൂടിയിട്ടാവുമ്പോൾ എനിക്ക് അങ്ങനെ ഒത്തിരി നോക്കാനുള്ള സമയമോ സാഹചര്യം എനിക്കൊന്നും കിട്ടിയിരുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ചില സപ്ലൈസൊക്കെ വന്ന് കുറേ ഇഷ്യൂസ് ഓഫീസിൽ വന്നിട്ട് സൂസൈഡ് ചെയ്യാനും ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പോയി പിടിച്ചു വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ എനിക്ക് പോയി ഇടപെടേണ്ടി വരുന്നത്. അങ്ങനെ മൂപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പർക്ക് ഒരു റൈറ്റ്സും ഇല്ല കമ്പനിയിൽ. ചെയ്യണമെങ്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളെ തലയിലിട്ടിട്ട് ആള് പിന്നീട് മാറി നിൽക്കുകയാണോ ചെയ്തത്? മാറി നിൽക്കാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഒന്നും ചെയ്യാനില്ല. മൂപ്പര് ഒരു ഏർണിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് തിരിച്ച് കൊടുക്കാനോ പൈസ ഇല്ല കമ്പനി. പിന്നെ കൊറോണ ആയില്ലേ, കൊറോണ ആയ പിന്നെ തീരെയും അന്ന് ഒക്കെ ലോക്ക്ഡൗൺ ആയി എല്ലാവിടെയും. പിന്നെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടാതെയായി, അങ്ങനെ ലൈസൻസ് പുതുക്കാൻ പറ്റാതെയായി. അങ്ങനെ പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം ക്ലോസ് ചെയ്തു. പക്ഷേ കമ്പനി ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും കമ്പനി ലീഗൽ ഇഷ്യൂസ് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ അവർ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് പോയതാണ്. ഇതിനിടെ മക്കളുടെ പഠനം മുടങ്ങി. അവർക്ക് വിസയില്ലാത്തതിനാൽ ഫൈൻ കുന്നുകൂടാനും ആരംഭിച്ചു. പക്ഷേ ഭർത്താവ് ഇതിലൊന്നും ഇടപെടാതെ മാറി നിന്നു എന്നതായിരുന്നു തനിക്ക് അന്നേറെ പ്രയാസമുണ്ടാക്കിയതെന്ന് ഇവർ പറയുന്നു. മക്കളെ സാമൂഹിക പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ ഒരുവിധം ഫൈൻ അടച്ചു തീർത്ത് നാട്ടിലെത്തിക്കാനായി. പക്ഷേ ഇവരുടെ പ്രതിസന്ധികൾ ഓരോ ദിവസവും കൂടുകയല്ലാതെ കുറഞ്ഞില്ല. ഷാർജയിലെ ഒരു ഫ്ളാറ്റിൽ ഒരു കുടുംബത്തിന്റെ കരുണയിലാണ് ഇന്ന് ഈ യുവതി ജീവിക്കുന്നത്. കേസുകൾ ഉള്ളതിനാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ആകാത്ത അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അവിടെ ഇപ്പോൾ ഒരു ഫാമിലിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെറിയ ചെലവിനുള്ള പൈസ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചെലവും സ്കൂളിൻ്റെ ചെലവും എല്ലാം അവരാണ് നോക്കുന്നത്. പുറത്തിറങ്ങാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് എത്രയും കേസല്ല, ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്തുള്ള കേസുകളുണ്ട് എൻ്റെ മേലെ. എല്ലാം സിവിൽ കേസാണ്. അതിൽ മോസ്റ്റ്ലി 4-5 സിവിൽ കേസാണ്. അപ്പോൾ അത് വീട്ടിലല്ലാതെ എനിക്ക് അറസ്റ്റ് വാറൻറ്റാണ് കിടക്കുന്നത്. അന്ന് എനിക്ക് പുറത്തു വരാനോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഇപ്പോൾ 6 വർഷമായിട്ട് ഞാനിപ്പോൾ വീട്ടു തടങ്കലിലാണ് സത്യം പറഞ്ഞാൽ. എവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് ക്ലയൻസിൻ്റെ അടുത്ത് എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പൈസ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ജോലി ചെയ്തിട്ടേ പറ്റുള്ളൂ. തൻ്റേതല്ലാത്ത
താൻ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ കാരണത്താൽ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. മക്കളെ കാണാനാകാത്തതിന്റെ വിഷമവും പ്രായമായ മാതാപിതാക്കളുടെ അവസ്ഥയോർക്കുമ്പോൾ എന്തു ചെയ്യണമെന്നുള്ള ചിന്തയും ഇവരെ അലട്ടുന്നു. താൻ ഇനി ഏതു വാതിലാണ് മുട്ടേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് ഇവർ പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കുട്ടികളെ വീഡിയോ കോളിൽ സംസാരിക്കാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് പിന്നെ എൻ്റെ വിഷമങ്ങൾ അറിയുന്നതുകൊണ്ട് അമ്മ എപ്പോഴാണ് വരണം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പറയാൻ മറുപടി ഇല്ല. സത്യം പറഞ്ഞാൽ ചെവി കേൾക്കാൻ വയ്യ, അച്ഛന് കുറേ ദൂരം ഡ്രൈവ് ചെയ്യാൻ വയ്യ, കുട്ടികളെ കൊണ്ടുവിടാൻ. ഞങ്ങളുടെ അച്ഛൻ വില്ലേജിലാണ്, സ്കൂൾ കുറച്ച് ടൗണിലാണ്. അവിടുന്ന് കൊണ്ടുവരാനോ ഒക്കെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ മനസ്സാവാചകം ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഇത്രയും ബാധ്യതയാണ്. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഇന്നു ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ലാതെ ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇവരുടെ സങ്കടം. ഒടുവിൽ സഹികെട്ട് വിവാഹമോചനത്തിനായി മുന്നോട്ട് പോവുകയാണ് ഇവർ. പക്ഷേ തൻ്റെ പേരിൽ തുടങ്ങിയ കമ്പനിയുടെ പ്രശ്നങ്ങളുടെ കൂമ്പാരം തലയ്ക്ക് മുകളിലുള്ളത് എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ചോദ്യം. പ്രശ്നപരിഹാരത്തിനായി മുട്ടാത്ത വാതിലുകളില്ല, പക്ഷേ പ്രതിസന്ധിക്ക് കുറവ് വന്നിട്ടില്ല. വിസയോ കൃത്യമായ രേഖകളോ ഇല്ലാത്തതിനാൽ അസുഖം വന്നാൽ പോലും ആശുപത്രിയിൽ പോകാനാകാത്ത അവസ്ഥയിലാണ് ഈ യുവതി. ആള് ചെയ്യാന്ന് പറയുന്നുണ്ട്. 6 കൊല്ലമായി തുടങ്ങിയിട്ട് ഇത് എന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇപ്പോഴും ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നത് എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അച്ഛനെ കൊണ്ട് പ്രൈം മിനിസ്റ്റർ കംപ്ലയിൻറ്റ് ചെയ്യിപ്പിച്ചു. ആ കംപ്ലയിൻറ്റ് ഇവിടെ കൗൺസിലേറ്റിൽ വന്നു. അവരെ കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ കയറി ഇറങ്ങി അവിടെ. എന്നെ കൊണ്ട് എന്താവും? ഒറ്റയ്ക്ക് കുട്ടികൾ 2 പേര് വളർന്നു വരികയാണ്. അവരുടെ വിദ്യാഭ്യാസം നോക്കണ്ടേ? ഇപ്പോൾ മോള് 10ാം ക്ലാസ്സിലെത്തി. ഇനി അങ്ങോട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ടൈമാണ്. ഇനിയുള്ള 5 കൊല്ലം. പെൺകുട്ടിയാണ് മൂത്തത്. എനിക്ക് ഉറക്കം തന്നെ വരാറില്ല. പല ദിവസം എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം വേറെ. അത് വയ്യാണ്ടായി ഞാൻ അഡ്മിറ്റായി ആസ്പത്രിയിൽ. എൻ്റെ ഇവിടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്, അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സാമൂഹിക പ്രവർത്തകരുടെ കരുണയിലാണ് ഇവർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൃത്യമായ സഹായം ലഭിക്കാതെ എന്തു ചെയ്യുമെന്നാണ് അവരുടെയും ചോദ്യം. നിയമപരമായ സഹായം ഈ സാമൂഹിക പ്രവർത്തകർ സൗജന്യമായി നൽകി വരുന്നുണ്ട്. പക്ഷേ കേസുകൾ തീർപ്പാക്കാൻ സാമ്പത്തിക സഹായമില്ലാതെ എന്തു ചെയ്യുമെന്നാണ് ഇവരും ചോദിക്കുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് ഫിനാൻഷ്യലായിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ലയബിലിറ്റീസാണ് ഇതിൻ്റെ പുറത്ത് കിടക്കുന്നത്. അതും ഈ ലേഡിനെ കൊണ്ട് ഒരിക്കലും ഇനിയിപ്പോൾ എന്ത് ജോലി ചെയ്തിട്ടും ഈ ലീഗൽ ഇഷ്യൂസൊന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്, സന്മനസ്സുകളായ സമ്പന്നരായ ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് മാനുഷികമായ പരിഗണന കൊടുത്തിട്ട് ഈ ലേഡിനെ സഹായിച്ച് ഈ ഇഷ്യൂസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തൻ്റേതല്ലാത്ത കാരണത്താൽ എന്തു പ്രശ്നം വന്നാലും കൂടെയുണ്ടാകുമെന്ന ഭർത്താവിൻ്റെ ഉറപ്പ് വിശ്വസിച്ചതാണ് ഇവർ ചെയ്ത തെറ്റ്. പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതമാണ്. സുമനസ്സുകളുടെയും അധികാരികളുടെയും സഹായം മാത്രമാണ് ഇനി ഇവരുടെ മുന്നിലുള്ള ഏക പോംവഴി.